ഹലോ, ഗുഡ് മോർണിംഗ്. ഫോർത്ത് സെമസ്റ്ററിലെ വെക്റ്റർ സ്പേസ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് വളരെ പെട്ടെന്ന് ബ്രീഫ് ചെയ്യാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്റ്റർ സ്പേസിൽ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണെങ്കിലും ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങളോടെയും പറയാണ്. എന്തായിരുന്നു വെക്റ്റർ സ്പേസ്? വെക്റ്റർ സ്പേസ് ഈസ് merely a സെറ്റ് അല്ലേ? സെറ്റ്, ആ സെറ്റിൽ എന്തൊക്കെയുണ്ട്? സെറ്റ് വിത്ത് ടു ബൈനറി ഓപ്പറേഷൻസ്, രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? സെറ്റ് വിത്ത് ടു ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈങ് സർട്ടൻ പ്രോപ്പർട്ടീസ് അല്ലേ? ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഡെഫിനിഷനിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞ സെറ്റിനെ വി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് വി ബി എനി സെറ്റ്. സാധാരണ ഒരു സെറ്റ് മാത്രമാണ് കേട്ടോ. വി ബി എനി സെറ്റ് വിത്ത് ടു ഓപ്പറേഷൻസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ബൈനറി ഓപ്പറേഷൻ എന്നായിരുന്നു. ഇവിടെ ബൈനറി എന്ന് പറഞ്ഞിട്ടില്ല, ആ ബൈനറിയുടെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ബൈനറി ഓപ്പറേഷൻ ആയിക്കോളും. ലെറ്റ് വി ബി എനി സെറ്റ് വിത്ത് ടു ഓപ്പറേഷൻസ് കോൾഡ്, ആ ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേര് അഡീഷൻ എന്നാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ അഡീഷൻ ആണ്, സെക്കൻഡ് ഓപ്പറേഷൻ വിളിക്കുന്ന പേര് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച അഡീഷൻ റിയൽ നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ അഡീഷനായിട്ടൊരു ബന്ധമില്ല. നൊട്ടേഷൻ പ്ലസ് എന്നും പേര് അഡീഷൻ എന്നും മാത്രം കൊടുത്തു. ആൻഡ് സെക്കൻഡ് ഓപ്പറേഷൻ ഈസ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിനോട്ടഡ് ബൈ ഡോട്ട്. ആൻഡ് ദേ സാറ്റിസ്ഫൈ സർട്ടൻ പ്രോപ്പർട്ടീസ്. ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് പ്രോപ്പർട്ടി? ഫോർ യു കോമ വി ബിലോങ്സ് ടു വി, ഈ സെറ്റിലെ രണ്ട് എലമെൻറ്റ്സിന് യുവിനെയും ബിനെയും ചൂസ് ചെയ്തു. അവർ തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്യുക, ഈ പറഞ്ഞ അഡീഷൻ ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ എവിടെ തന്നെ വേണം? വിക്ക് അകത്ത് തന്നെ വേണം. അപ്പോൾ എന്തായിട്ട് മാറത്? അത് ബൈനറി ഓപ്പറേഷൻ ആയിട്ട് മാറും. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ കണ്ടീഷൻ ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ യു കോമ വി ബിലോങ്സ് ടു വി, യു പ്ലസ് വി ബിലോങ്സ് ടു വി. എന്താണ് സെക്കൻഡ് പ്രോപ്പർട്ടി? നോക്കൂ, യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു. അതിന് പറയുന്ന പേരെന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? എന്താണ് തേർഡ് പ്രോപ്പർട്ടി? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. പേര് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് ഓപ്പറേഷൻസ്, അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും. ഇപ്പം നമ്മൾ പറയുന്നത് അഡീഷനെ കുറിച്ചാണ്, ഉണ്ടോ? പ്ലസിനെ കുറിച്ചാണ് പറയുന്നത്. ആ പ്ലസ് എന്താണ്? ബൈനറി ആണ്. ബൈനറി എങ്ങനെയാണ് പറയുന്നത്? ഫോർ യു കോമ വി ബിലോങ്സ് ടു വി, യു പ്ലസ് വി ബിലോങ്സ് ടു വി. നമ്മുടെ അഡീഷൻ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് ഈസ് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു. മൂന്നാമത്തെ ഓപ്പറേഷൻ ഇതാണ്. ഇതിനെ പറയുന്ന പേരെന്താ? അസോസിയേറ്റീവ് ആണ്. യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. അവർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അടുത്തെന്താണ്? ദർ എക്സിസ്റ്റ് ആൻ ഒബ്ജക്റ്റ് സീറോ ഇൻ വി. ഈ സെറ്റ് വിയിൽ ഒരു മെമ്പർ ഉണ്ട്. ആ മെമ്പർ നമ്മൾ എന്ത് പേര് വിളിക്കുക? സീറോ എന്ന് പേര് വിളിക്കാൻ പോവുക. അതിനർത്ഥം നമ്മുടെ സാധാ സീറോ ആണെന്നല്ല, ഏതോ ഒരു എലമെൻറ്റ് നമ്മൾ സീറോ എന്ന് പേര് വിളിച്ചാൽ. ഇനി ആ സീറോയുടെ പ്രത്യേകത എന്താ? സച്ച് ദാറ്റ് യു പ്ലസ് സീറോ ഈക്വൽ ടു യു ഈക്വൽ ടു സീറോ പ്ലസ് യു. ഈ യുവിലേക്ക് നിങ്ങൾ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ കിട്ടണം? യു തന്നെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ സീറോ എന്ന് പേര് വിളിച്ചത്. അഡീഷണൽ ലാസ്റ്റ് പ്രോപ്പർട്ടി, ഫോർ ഈച്ച് യു ഇൻ വി, ഈ സെറ്റിലെ ഏത് യു എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു മൈനസ് യുവിനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ പ്രത്യേകത? യു പ്ലസ് മൈനസ് യു സിക്കൽ സീറോ ഈക്വൽ ടു മൈനസ് യു പ്ലസ് യു. ഈ യുവിനെയും മൈനസ് യുവിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഇവിടെ പറഞ്ഞ സീറോ കിട്ടണം. ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മുടെ അഡീഷൻ വെച്ചുകൊണ്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി പറയാനുള്ളത് സെക്കൻഡ് ഓപ്പറേഷനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസാണ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതെന്താണ് സ്കാലാർ? നിങ്ങൾക്ക് ഈ 4.1 സെക്ഷനിൽ പഠിക്കാനുള്ളത് റിയൽ വെക്റ്റർ സ്പേസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സ്കാലാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ റിയൽ നമ്പറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഈ കെ, ഇവിടെ പറയുന്ന കെ എന്താണ്? കെ സ്കാലാർ എന്നല്ലേ പറയുന്നത്. ആൻഡ് ദാറ്റ് കെ ഈസ് എനി റിയൽ നമ്പർ. അത് ഏതൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? നോക്കൂ, കെ യു ബിലോങ്സ് ടു വി. ഒരു റിയൽ നമ്പർ എടുക്കുക, ഒരു എലമെൻറ്റ് വി എന്നൊരു മെമ്പർ യുവിനെ എടുക്കുക. കെ ഇൻറ്റു യു എവിടെ വേണം? വിയിൽ വേണം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ബൈനറി ആണെന്ന് അർത്ഥം. ഇനി എന്താ പ്രോപ്പർട്ടി? കെ ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് കെ വി.
ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. കെ പ്ലസ് എം ഇൻറ്റു യു ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് എം യു. ഇവിടേക്കും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കെ ഇൻറ്റു എം യു ഇസ് ഈക്വൽ ടു കെ എം ഇൻറ്റു യു. ലാസ്റ്റ് 1 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു യു. പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല, കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പം കാര്യം ക്ലിയർ ആവും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ R2 എടുക്കാം. R2 വാട്ട് ഈസ് R2? R2 നമ്മൾ റിയൽ നമ്പേഴ്സ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ R ക്രോസ് R ആണ്, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. റിയൽ നമ്പേഴ്സിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് പെയറല്ലേ കിട്ടുക. R ക്രോസ് R കണ്ട് നമുക്ക് പെയറെ കിട്ടാം, പെയർ ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടാം. സോ R ക്രോസ് R ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പെയർസ് ആണ്. സെറ്റ് ഓഫ് ഓൾ പെയർസ് x, y such that x, y belongs to R. ഇതാണ് R ക്രോസ് R. ക്ലിയർ? ഇപ്പോൾ സെറ്റ് കിട്ടി. ആ സെറ്റിൽ എന്തൊക്കെ ഡിഫൈൻ ചെയ്യണം? അഡീഷണൽ ഡിഫൈൻ ചെയ്യണം, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇതിന് രണ്ടുപേരെ എടുക്കാം. R2 രണ്ടുപേരെ എടുത്തേ. R2 മെമ്പേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാവുക? പെയർ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങളൊരു A1 B1 ചൂസ് ചെയ്യുക. മറ്റൊരു മെമ്പർ A2 B2 ചൂസ് ചെയ്യുക. നമ്മൾ ഈ വി എന്നുള്ള സെറ്റിൽ നിന്ന് യുവിനെയും വിനെയും സെലക്ട് ചെയ്യുന്നില്ലേ? ഒരു മെമ്പർ A1 B1 ആണ്, അടുത്ത മെമ്പർ A2 B2 ആണ്. ഇതിനിടയ്ക്ക് നിങ്ങളൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുക, പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക. അത് നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ആ ഡിഫൈൻ ചെയ്യുന്ന പ്ലസ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴാണ് എന്തായി മാറുക? വെക്റ്റർ സ്പേസ് ആയിട്ട് മാറുക. ക്ലിയർ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ സാറത് ആഡ് ചെയ്യാറ്? ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. സോ A1 പ്ലസ് A2 കോമ B1 പ്ലസ് B2. ഇതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. ആ ഫസ്റ്റ് ഓപ്പറേഷൻ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാം. സെക്കൻഡ് ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഒരു മെമ്പർ ചൂസ് ചെയ്യാം. നോക്കൂ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നല്ലോ. കെ ഈസ് എനി സ്കാലർ. നേരത്തെ പറഞ്ഞു സ്കാലർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് റിയൽ നമ്പറാണ്. സോ കെ ഈസ് എ റിയൽ നമ്പർ. ഒരു എലമെൻറ്റ് എടുക്കുക, ബി എന്നൊരു എലമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ കെ ഒരു റിയൽ നമ്പറാണ്. ഈ സെറ്റ് എന്നൊരു മെമ്പറെ ചൂസ് ചെയ്യുക. R2 മെമ്പേഴ്സൊക്കെ ഏത് ഫോമിലാണ് ഉണ്ടാവുക? ഓർഡേഡ് പെയർ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെയാണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു KA, KBN. ക്ലിയർ? ഇനി ഈ രണ്ട് ഓപ്പറേഷൻസ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ഒന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, രണ്ട് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. രണ്ട് മെമ്പേഴ്സിനെ ആഡ് ചെയ്തു. കിട്ടുന്നത് വീണ്ടും ഒരു പെയർ ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ? അത് R2 മെമ്പറാണ്. കണ്ടോ? R2 മെമ്പറാണ്. U പ്ലസ് ബി കാണുമ്പം ബി തന്നെയുണ്ട്. ക്ലിയർ? U പ്ലസ് വി ഇസിക്കൽ വി പ്ലസ് യു ആയിരിക്കില്ലേ? ഇത് ഇങ്ങനെ ആഡ് ചെയ്താലും തിരിച്ച് ഇവിടെ വെച്ച് ആഡ് ചെയ്താലും സെയിം അല്ലേ കിട്ടുക? കാരണം റിയൽ നമ്പേഴ്സാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആയിരിക്കും ഒബ്വിയസ്ലി. ഇനി ഈ 0 എന്നുള്ള എലമെൻ്റ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു നമ്പർ A, B എടുക്കാം. ആ A, Bയിലേക്ക് നിങ്ങൾ 0 ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് A പ്ലസ് 0, B പ്ലസ് 0 അല്ലേ കിട്ടുക? അത് ആര് തന്നെയാണ്? അത് AB തന്നെയാണ്. ഉണ്ടോ? U പ്ലസ് 0 ഈക്വൽ ടു U. U പ്ലസ് 0 ഈക്വൽ ടു U. ഈക്വൽ ടു എന്തുകൂടിയാണ്? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് AB. ഉണ്ടോ? U പ്ലസ് 0 ഈക്വൽ ടു U ഈക്വൽ ടു 0 പ്ലസ് U. ഇതാണ് നമ്മുടെ 0. ക്ലിയർ? ഇവിടെ നമ്മളൊരു 0 നൊട്ടേഷൻ കൊടുത്തില്ലേ? ഈ കേസിൽ 0 എന്ന് പറഞ്ഞാൽ പെയർ 0s പറയാണ്. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ഒരു നൊട്ടേഷൻ മാത്രമാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റിന് കൊടുക്കുന്ന നൊട്ടേഷൻ മാത്രമാണ് 0. അത് ഓരോ സെറ്റും മാറുന്നതനുസരിച്ച് 0 മാറിക്കൊണ്ടിരിക്കും. അടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഫോർ ഈച്ച് U ഇൻ V ദർ എക്സിസ്റ്റ് മൈനസ് U. ഇതിൽ ഏത് മെമ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ മെമ്പർ നമ്മൾ U എന്ന് വിളിക്കാൻ പോവാം. ഏത് മെമ്പർ U എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും? ഒരു മൈനസ് U കിട്ടും. അപ്പോൾ മൈനസ് U എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനസ് U സിക്കൽ മൈനസ് A, മൈനസ് B ആണ്. സോ വാട്ട് ഈസ് U പ്ലസ് മൈനസ് U? U പ്ലസ് മൈനസ് U ആഡ് ചെയ്ത് നോക്കിയേ. ആഡ് ചെയ്യുമ്പം A ആൻഡ് മൈനസ് A 0, B ആൻഡ് മൈനസ് B 0. ഇവിടെ ഇയാളെ കിട്ടിയില്ല. ഇതും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ R2 ഈസ് എ വെക്റ്റർ സ്പേസ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ എവിടുന്ന ഈ സ്കാലർ K ചൂസ് ചെയ്ത്?
റിയൽ നമ്പേഴ്സ് എന്നല്ലേ. സോ വി സേ ദാറ്റ് R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ക്ലിയർ? ഇതുപോലെ നമുക്ക് നോക്കാം R3 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? R3 R ക്രോസ് R ആണ്. റിയൽ നമ്പേഴ്സിൻ്റെ ട്രിപ്ലറ്റാണ് കിട്ടുക. ABC നമുക്ക് മനസ്സിലാവും, അതും ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. സോ R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R, R3 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R, R4 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ഇത് എഴുതുമ്പം R³ എന്നാണ് എഴുതെങ്കിലും വായിക്കുക R3 എന്നാണ്. R4 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ജനറലി Rn ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. ഓവർ R എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്കാലാർ നമ്മൾ ചൂസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഈ 4.1 സെക്ഷനിൽ ഈ ഒരു ഡെഫിനിഷനും എക്സാമ്പിൾസും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ എക്സാമ്പിൾസാണ് ഫോർ വെക്റ്റർ സ്പേസ്. ഒരു കാര്യം പറഞ്ഞു നിർത്തുന്നു. നമ്മൾ വെക്റ്റർ സ്പേസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സിനെ നമ്മൾ വെക്റ്റേഴ്സ് എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ ഇവിടെ R2 ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ R2ലെ മെമ്പേഴ്സൊക്കെ എന്താണ്? വെക്റ്റേഴ്സാണ്. സോ ദിസ് പെയർ A1 B1 ഇസ് എ വെക്റ്റർ. ദിസ് ഇസ് അനദർ വെക്റ്റർ. ക്ലിയർ? നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന വെക്റ്ററും സ്കാലറായിട്ട് ഒരു ബന്ധമില്ല. വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ നോൺ ആസ് വെക്റ്റേഴ്സ്. ഓക്കെ, ബാക്കി എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ.